ഞാനിങ്ങനെ കംപ്ലീറ്റ് തടർന്ന് വലിയൊരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പ്രിയൻ അവിടെ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നെ മാത്രമല്ല ജഗതി ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തിരുമേനി എഴുന്നേറ്റ് നടക്കും എന്നാണ്. ആ ഒരു വാക്ക് സഫലമായി ശരിക്കും. അതാണ് നല്ല ആൾക്കാർ പറഞ്ഞ വാക്കുകൾ പൊന്നാവെന്ന് പറയില്ലേ. ഞാനത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പ്രിയൻ പറഞ്ഞത് അതൊരു വലിയ ധൈര്യമായിരുന്നു എനിക്ക്. പകുതി തടർന്നാലും എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ വലതു ഭാഗം കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാൻ ദേവരാജ മാഷെ പോലെയുള്ള മഹാ ആരാധ്യനായിട്ടുള്ള ഗുരുവിൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങിക്കുന്നതൊക്കെ തലയെഴുത്തുണ്ടാവും. ഞാനതിനെ വിശ്വസിക്കുന്നു, ആദരിക്കുന്നു. ഇന്ന് എൻ്റെ നോട്ടത്തിൽ ഈ സദസ്സിലും വേദിയിലുള്ളതിൽ ഏറ്റവും ടോപ്പ് ഗുരുത്തുള്ള ആൾ പ്രിയനാണ്. ഞാൻ പ്രിയനെ വന്ദിക്കുന്നു. കാരണം കലാകാരന്മാർ അദ്ദേഹത്തിനെ മാതൃകയാക്കേണ്ടതാണ്. അത് അദ്ദേഹം സിനിമ എടുക്കുന്നതിനെ പറ്റിയോ മറ്റുള്ള ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലെ പാട്ടുകളുടെ ഒരു പ്രശ്നങ്ങളെപ്പറ്റി ആലോചിക്കുകയും ദേവരാജ മാഷ് ദേഷ്യപ്പെട്ട് സ്വന്തം അവാർഡുകളൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആ പാട്ടുകൾ മുഴുവൻ പ്രിയൻ്റെ പടത്തിലെ പാട്ടായിരുന്നു. പക്ഷേ ഒരു ഗുരു എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ദേഷ്യം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണെന്നും അത് ഒരിക്കലും ഇങ്ങനെ ശാശ്വതമായിട്ട് ദേവരാജ മാഷ് മനസ്സിൽ വെച്ചിട്ടുണ്ടാവില്ല എന്നും പ്രിയനും അറിയാവുന്നതുകൊണ്ട് പ്രിയനിവിടെ വരികയും ഈ അവാർഡ് സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രിയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുത്വമുള്ള കാര്യമാണ്. ആ ഗുരുത്വം മലയാളത്തിലെ അല്ല ഭാരതത്തിലെ തന്നെ കലാകാരന്മാർ കണ്ടുപഠിക്കേണ്ടതാണ്. ഞാൻ ഒരു പ്രിയപ്പെട്ട അനിയനെ പോലെ ഞാൻ പ്രിയനോട് കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നി ശരി. കാരണം ആ ഗുരുത്വത്തിന് മാർക്കാണ്. അതിനാണ് ഞാൻ ആദ്യം മാർക്ക് കൊടുക്കുന്നത്. സ്വർണ്ണച്ചിറകണിച്ച വെളിച്ചം സ്വർഗത്തിലേക്കു തിരിച്ചുപോയി ആ വരി പണ്ട് ഞാൻ കേട്ടൊരു കരഞ്ഞ അതിൻ്റെ മ്യൂസിക്കും ആ ലിറിക്കും കൂടി എന്തൊരു ബ്ലെൻഡാണ്. മഹാനുഭാവന്മാരങ്ങനെയാണ്. അവർ ചെയ്തു വെച്ച് പോയാൽ അത് എത്രയും യുഗങ്ങൾ നിൽക്കും. അത് വയലാറിനും അദ്ദേഹത്തിനുള്ളതാണ്. എന്നെ പോലുള്ള ആൾക്കാർ ആ വഴിത്തറയിൽ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ.